ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കൊട്ടിക്കലാശമായിരുന്നു കേട്ടോ. നമ്മൾ ചിന്നക്കടയ്ക്ക് പോയതായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ അയ്യപ്പ ബാംഗിൾസിലോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ പോകണം. അപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാ റാലികളെല്ലാം വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ബഹളവും ഭയങ്കരമായിട്ട് ഹോണും അടിച്ചൊക്കെയാണ് വരുന്നത്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പം നമ്മൾ അയ്യപ്പ ബാംഗിൾസിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ നേരെ തിരിച്ചിങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഏട്ടൻ പറഞ്ഞു ഒരുപാട് ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ പള്ളിയിലോട്ടാണ് വന്നത്. ഞങ്ങൾ പള്ളിയിലോട്ട് പോയത് വലിയ സാധനമൊക്കെ ഉള്ളത് കൊണ്ട് വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നേ. അപ്പോഴത്തേക്ക് ട്രെയിൻ പോയി. പിന്നെ ട്രെയിൻ പോകുന്ന കാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും ഉള്ളതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീമോനും കാശും കൊണ്ട് അവിടെ നിന്ന് ടാറ്റയൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുവാണ്. ഇനി നമ്മളിവിടെ നേരെ പോകുന്നത് മുണ്ടക്കിലോട്ടാണ്. നമ്മുടെ പാർട്ടിയുടെ ഒരു കുടുംബയോഗം പോലെ അവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിലിരുന്നോളാം, ഏട്ടൻ അവിടെ പോയി പങ്കെടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനാണെങ്കിൽ ഒരു ബന്നൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെ നേർച്ചയാണ്. അപ്പോൾ ആ ഒരു ബന്ന് എടുത്തുകൊണ്ട് വന്നതിൻ്റെ ബഹളമാണ് അവിടെ കാണുന്നത്. രണ്ടെണ്ണം എടുത്ത രണ്ടുപേരും കഴിക്കത്തില്ല. ഒരെണ്ണം എടുത്തതുകൊണ്ട് ഇന്ന് അടിയുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിമുക്കിലല്ല, നമ്മുടെ മുണ്ടക്കിലോട്ടേക്ക് പോരുവാണേ. മുണ്ടയ്ക്കലെ റോഡെല്ലാം ടാർ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഇപ്പോൾ പോകാനെ കൊണ്ട്. അതുകൊണ്ട് എല്ലാ വണ്ടികളും ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. കുട്ടികളുമായിട്ട് അവിടെ നിൽക്കുന്നവരൊക്കെ നല്ലതായിട്ട് സൂക്ഷിക്കണം. പിള്ളേരുടെ അടുത്ത് ചാടുകയോ എല്ലാം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. അതുപോലെ നല്ല സെറ്റപ്പാക്കി ഇട്ടേക്കുവാണ്. അങ്ങനെ നമ്മൾ പണിഞ്ഞതിന് ശേഷം ഇന്നാണ് വരുന്നത്. അത് നേരെ വന്ന് ശ്രീമോനെ അച്ഛൻ്റെ കയ്യിലോട്ടും കൊടുത്തു. അപ്പോൾ ശ്രീമോനാണെങ്കിൽ പൊടിവാവ ഉണ്ടോന്നാണ് നോക്കുന്നത്. പൊടിവാവ ഞങ്ങൾ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് പോയതേ ഉള്ളായിരുന്നു കരുതാപ്പള്ളിക്ക്. അങ്ങനെ അവിടെ വന്ന് ജ്യൂസ് എടുത്തു, എള്ളുണ്ട എടുത്തു, ലഡു എടുത്തു, ഓരോരോ സാധനങ്ങളായിട്ട് പറക്കി ചേട്ടനും അനിയനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാശിക്ക് ഫോൺ വീട്ടിൽ നമ്മളാരും കൊടുക്കാത്തത് കൊണ്ട് അവിടെ ചെല്ലുമ്പോഴേ അമ്മയുടെ ഫോൺ അങ്ങ് എടുക്കുവേ. അങ്ങനെ അവനത് കളിച്ചുകൊണ്ടിരിക്കും. ഈ വട്ടം ശ്രീമോനായിരുന്നു ഓരോന്നും പറക്കിയെടുക്കുന്നത്. അവന് കഴിക്കാൻ പറ്റാത്ത എള്ളുണ്ട എടുത്തുകൊണ്ടാണ് അവൻ വന്നത്. അങ്ങനെ അത് ഓരോന്നും കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കസേരയൊക്കെ പറക്കിയിട്ടപ്പോൾ ശ്രീമോൻ ഓരോ കസേരയിലും കയറി ഇരിക്കുകയാണ്. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ കൊണ്ട് അവനെ ഇങ്ങി തരുവേ. അപ്പോഴത്തേക്ക് അമ്മ ഒരു പാക്കറ്റ് ലഡു എടുത്തു കൊടുത്തു, അതും എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് ഇങ്ങി പോയിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.